ഹായ് എല്ലാവർക്കും നമസ്കാരം. നിജാബാണ്. ഞാനിവിടെ വാഗമൺ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റിലാണുള്ളത്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന വാഗമണ്ണ് വളരെ ടൂറിസമായിട്ടും എല്ലാം മനോഹരമായൊരു സ്പേസും കൂടെയാണ്. നമ്മുടെ അടുത്തുകൂടെയുള്ള സ്ഥലമാണ്. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 1.5 കിലോമീറ്ററുള്ള റോഡിൻ്റെ സ്റ്റോൺ ലേയിങ് ആണ്. ആ സ്റ്റോൺ ലേയിങ്ങിൽ വളരെ ഹാർഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കണം. അതിൻ്റെ മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ് കസ്റ്റമറിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് റോഡ് തന്നെയാണ് അവർ ആദ്യം ചെയ്യുന്നത്. ക്ലയൻറ്റ് എപ്പോഴും ആ നാച്ചുറൽ ആ ഫീൽ കിട്ടണം, അത് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോണിനെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് മാത്രം ഇത് ചെയ്യാം എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിയായിരുന്നു. അപ്പം എത്ര ഹെവി വെയിറ്റ് വെയറിങ് ഇനി ഇതിന് ശേഷം കൺസ്ട്രക്ഷനൊക്കെ നടക്കുമ്പോൾ എത്ര ഹെവി വെയിറ്റ് വന്നാലും ഇത് താങ്ങണം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു നാച്ചുറൽ സ്റ്റോൺ ലേയിങ്ങിന് നമ്മൾ അതിൻ്റെ അടിയിലേക്ക് എല്ലാവരും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഒരു 6 mm മെറ്റൽ ലേ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്റ്റോൺ ലേ ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയറാണ്. സത്യത്തിൽ ആ വെയിറ്റ് ബെയറിങ് നടക്കുമ്പോൾ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു നിയമം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ 3ാം നിയമമാണ്. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതിനെപ്പറ്റി. അപ്പം ആ ഒരു പ്രൊസീജിയറിൽ നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെറ്റീരിയലിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ GSP എന്ന് പറയും. എല്ലാവരും കോറി മക്കെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. കോറി മക്കല്ല, പല നാടുകളിലും പല പേരുകളിലായിരിക്കും. പക്ഷേ ഇത് GSP എന്ന് പറഞ്ഞ ഒരു മിക്സാണ്. ഒരു 20 mm 25 mm സൈസ് സ്റ്റോൺ ആൻഡ് സാൻഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അപ് ടു എല്ലാ മിക്സും കൂടെ ചേർന്നിട്ട് നമ്മൾ ഈ റോഡ് നമ്മൾ ലേ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഹൈവേ വർക്കുകൾക്കെല്ലാം. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സ്റ്റോൺ ലേയിങ്ങിന് ഒരു ബേസ് ഉണ്ടാക്കി അതിനൊരു പ്ലാറ്റ്ഫോം വളരെ ഹാർഡായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ JCB കൊണ്ട് നമ്മളിങ്ങനെ ലെവൽ ചെയ്ത് അതിൻ്റെ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യും. വാട്ടർ ലെവൽ സെറ്റ് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1:10 എന്നുള്ള റേഷ്യോ നമ്മളിവിടെ പലയിടത്തും ഫോളോ ചെയ്തു. അതിൽ സ്ലോപ്പ് പലയിടത്തും കയറി ഇറങ്ങി നമ്മളതിനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോളോ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കോമ്പാക്റ്റ് മെഷീൻ, ഹെവി കോമ്പാക്റ്റ് മെഷീൻ കൊണ്ട് ടൈറ്റ് ചെയ്ത് ഇത് നമ്മൾ കയറി വരും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ റഫായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന മേഖല, അങ്ങനെ ഓരോ സ്ഥലങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. GSP എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ സ്റ്റോൺ ലേയിങ്ങിന് മുന്നേ ആയിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിത് ഫസ്റ്റ് ഫേസിൽ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർക്കും ഇത് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും.